നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളുടെ ഫോൺ എങ്ങനെ ഓവർ ഹീറ്റിംഗ് ആകാതെ തടയാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളുടെ ഫോൺ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ വളരെ ചൂട് അനുഭവപ്പെടും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ആ ക്യാമറയുടെ ഭാഗത്തൊക്കെ നമുക്ക് ഫോൺ ഓവർ ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് പിടിക്കാൻ തന്നെ പറ്റുകയില്ല. നമ്മൾ ചിലപ്പോൾ പുതിയ ഫോൺ വാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാകും. അപ്പോൾ പുതിയ ഫോണായാലും പഴയ ഫോണായാലും നമ്മൾ ഇന്ന് പറയുന്ന ഈ കുറച്ച് സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോൺ ഓവർ ഹീറ്റ് ആകാതെ നമ്മളുടെ ബാറ്ററിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ബ്ലാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മളുടെ ഫോണിനെ വളരെ ലളിതമായി സുഗമമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് ഒരു അടിപൊളി സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോയി അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം എബൌട്ട് ഫോൺ എന്ന ആ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഒരു 4 തവണ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ആ ഓപ്ഷൻ നമുക്കവിടെ എനേബിൾ ആക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം നമ്മളിവിടെ ആ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഫോണും ഓരോ കമ്പനിയുടേതായതുകൊണ്ട് അതിലുള്ള UIയിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെവലപ്പർ ഓപ്ഷൻ എൻ്റെ ഫോണിൽ പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ സെർച്ച് ബാറിൽ ഡെവലപ്പർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഭാഗം വരും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് വീണ്ടും ആ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ്റെ ആ സെർച്ച് ബാറിൽ ജസ്റ്റ് നമുക്കിവിടെ റണ്ണിങ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റണ്ണിങ് സർവീസസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് വീണ്ടും ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം റണ്ണിങ് സർവീസസ് എന്നുള്ള ഭാഗം കാണാം. വ്യൂ ആൻഡ് കൺട്രോൾ കറൻ്റ്ലി റണ്ണിങ് സർവീസസ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോണിൻ്റെ ഡിവൈസ് മെമ്മറി, നമ്മളുടെ സിസ്റ്റം, അതേപോലെ തന്നെ ഏതൊക്കെ ആപ്പുകൾ എത്ര റാം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഫോണിന്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് എത്ര റാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം നമ്മൾ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ മുൻപ് എപ്പോഴോ ഇൻസ്റ്റാൾ ചെയ്തോ ആപ്പുകളോ നമ്മളറിയാതെ ഈ റണ്ണിങ് സർവീസിൽ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച്. അതുവഴി നമുക്ക് നമ്മളുടെ ഫോണിന് ഹീറ്റിംഗ് നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പറയുന്ന സെറ്റിങ്സ് ഉപയോഗിച്ച് അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്പുകൾ നമ്മളുടെ ഫോണിൽ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കത് ഫോണിൽ പോയി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ഏത് ആപ്പുകളാണോ നമുക്ക് ഇപ്പോൾ റണ്ണിങ് സർവീസിൽ പ്രവർത്തിപ്പിക്കേണ്ടതല്ലാത്തത് അതൊക്കെ നമുക്കിവിടെ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സ്റ്റോപ്പ് കൊടുക്കുക. അപ്പോൾ അത് നമ്മളുടെ ആ റണ്ണിങ് സർവീസസ് എന്നുള്ള ഭാഗത്ത് നമുക്കിവിടെ കാണാം, അത് അവിടെ നിന്ന് പോയി. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഈ റണ്ണിങ് സർവീസിൽ പ്രവർത്തിച്ചാൽ മതി. അതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ടാപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ സെറ്റിങ്സ് ഉപയോഗിച്ച് പരമാവധി നമ്മളുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും സെറ്റിങ്സിലേക്ക് പോകാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഭാഗം ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഭാഗത്തിലേക്ക് വീണ്ടും പോകാം. അതിനുശേഷം വീണ്ടും നമുക്ക് ജസ്റ്റ് സെർച്ച് ബാറിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ നമുക്ക് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നുള്ള ഭാഗം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഫോൺ നമ്മൾ വാങ്ങുന്ന അന്ന് മുതൽ തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന ഭാഗത്തായിരിക്കും നമ്മളുടെ ഫോണിൽ കിടക്കുന്നുണ്ടാവുക. അതിൽ നമ്മൾ ജസ്റ്റ് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന ഭാഗത്തിലേക്ക് ജസ്റ്റ് മാറ്റിയിടുക. അതിനുശേഷം നമുക്കറിയാം നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും, പക്ഷേ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് മൂലം നമ്മളുടെ ഫോൺ ഹീറ്റ് ആവാനായിട്ട് വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് വഴി ഒരു പരിധി വരെ നമുക്ക് ഈ ഹീറ്റിംഗ് ഇഷ്യൂ കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം.
നെക്സ്റ്റ് സെറ്റിങ്സ് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ വീണ്ടും സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സ്മാർട്ട് സ്വിച്ച്, അതേപോലെ തന്നെ 60 ഹെർട്സ്, അതേപോലെ തന്നെ 120 ഹെർട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ 120 ഹെർട്സിൻ്റെ ഉപയോഗം വരുന്നത് നമുക്ക് ഇപ്പോൾ മൾട്ടി ടാസ്കിങ്, അതേപോലെ തന്നെ നമ്മൾ നല്ല ഹെവി ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോഴാണ് നമുക്ക് 120 ഹെർട്സിൻ്റെ ആവശ്യം വരിക. അല്ലാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ നമ്മളിവിടെ സ്മാർട്ട് സ്വിച്ചിലേക്ക് മാറ്റിയിടുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ 60 ഹെർട്സിലേക്ക് മാറ്റിയിടുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഈ 120 ഹെർട്സ് എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പരമാവധി നമ്മളുടെ ഫോണിൻ്റെ പവർ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടും ഈ സെറ്റിങ്സിലൂടെ സാധിക്കും. അടുത്ത സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫോണിനെ ഹീറ്റിങ്ങിനെ കുറയ്ക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതിനുവേണ്ടി നമുക്കിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത ഉടനെ നമുക്കിവിടെ കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസസ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഇവിടെ നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് നമ്മൾ മാറ്റി ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സിലേക്ക് മാറ്റിയിടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഒഴിവാക്കി നമുക്ക് വളരെ നല്ല സുഗമമായ രീതിയിൽ നമ്മുടെ ഫോണിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.